കോട്ടയം ജില്ലയിലേക്ക് പോയാൽ സനോജ് സുരേന്ദ്രൻ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വിനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാനുള്ള ഒരു സാഹചര്യമല്ല, കാരണം കനത്ത മഴയാണ്, വലിയ ആശങ്ക ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാമെന്നുള്ള രീതിക്കാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. ഓക്കെ, മഴയുടെ അവസ്ഥയിലേക്ക് വന്നാൽ വെള്ളത്തിലാണ് നിൽക്കുന്നത്, വെള്ളത്തിലാശാനായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഫ്രെയിമിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. കനത്ത മഴയാണ്. ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഈ ക്യാമ്പുകളുടെ കണക്കുകൾ എങ്ങനെയൊക്കെയാണ്? ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പെയ്ത മഴക്കെടുതി, നാശനഷ്ടം ഒരുപാടേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കൂടിയാണ് കോട്ടയം. തീർച്ചയായിട്ടും വിനിഷ, ബുധനാഴ്ച മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ റെഡ് അലേർട്ടാണ്. ആ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ അതിതീവ്രമായ മഴയാണ് ജില്ലയിൽ പെയ്തിറങ്ങിയത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പെയ്ത അതിശക്തമായ മഴ. വൈകുന്നേരം അല്പനേരം മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും രാത്രിയിലുടനീളം വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. ഇതോടുകൂടി ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 21 കുടുംബങ്ങളിലെ 21 കുടുംബങ്ങളിലെ ആളുകളെ 317 പേരെയാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. 21 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. 105 കുടുംബങ്ങളിലെ 317 പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, കുമരകം കോട്ടയം റോഡാണ്. ഈ റോഡ് പൂർണ്ണമായും ഇല്ലിക്കൽ പ്രദേശമാണ്. ഇവിടെ സാധാരണ നിലയിൽ വെള്ളം പൊങ്ങിയാൽ, മീനച്ചിലാർ കര കവിഞ്ഞാൽ ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്ന് പറയപ്പെടുന്നത് അത്രത്തോളം ആശ്വാസകരമല്ല, വളരെ ആശങ്കാജനകമാണ്. മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽമഴ ശക്തമായി പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ഒപ്പം തന്നെ ഈ ജില്ലയിലെ നദികളിലും തോടുകളിലുമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. 2 ദിവസം കാലവർഷം ശക്തി പ്രാപിച്ചതോടുകൂടി ജലനിരപ്പ് വർദ്ധിച്ചു. മീനച്ചിലാർ കര കവിഞ്ഞൊഴുകി. ഈ മീനച്ചിലാർ കര കവിഞ്ഞൊഴുകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പടിഞ്ഞാറൻ മേഖലയുടെ, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ഐമനം, ആർപ്പൂക്കര, തിരുവാർപ്പ്, കുമരകം പോലെയുള്ള പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടി ഈ ഇല്ലിക്കൽ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ താഴത്തങ്ങാടി പോലെയുള്ള ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി ആളുകൾ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ പാല, ഈരാറ്റുപേട്ട പോലെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ രാത്രികളിലും പകലുമൊക്കെ അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. അങ്ങനെ ആ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും അധികം ദുരിതമനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ജനങ്ങൾ. അതുകൊണ്ട് തന്നെ കാലവർഷം ശക്തി പ്രാപിച്ചതോടുകൂടി കര എത്താൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം വെള്ളത്തിൻ്റെ വരവ് അത്രത്തോളം വേഗതയിലാണ്. മീനച്ചിലാറ്റിലൂടെ വെള്ളം ഒഴുകിയെത്തി കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. വരും മണിക്കൂറുകളിൽ വീണ്ടും ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ കോട്ടയം കുമരകം റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടാവും. നമ്മളിപ്പോൾ തന്നെ നടന്നു പോകുന്ന ഈ ഇല്ലിക്കൽ ഭാഗമെന്ന് പറയപ്പെടുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കോട്ടയം കുമരകം റോഡിലെ പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിൽ ഇപ്പോൾ തന്നെ മുട്ടറ്റം വെള്ളമുണ്ട്. വരും മണിക്കൂറുകളിൽ വീണ്ടും വെള്ളം ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ കുമരകം പ്രദേശത്തെ ജനങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് സംജാതമാവുക. വിനിഷ. ശരി, സനോജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കോട്ടയത്ത് സനോജ് നിൽക്കുന്ന ഇല്ലിക്കൽ പ്രദേശത്തൊക്കെ ആകെ വെള്ളം കയറിയ അവസ്ഥയാണ്. ഇത്തരത്തിൽ നിർത്താതെ പെയ്യുന്ന മഴ, ഇടവിട്ട് പെയ്യുന്ന മഴ വലിയ രീതിയിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാവിലെയൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രതയോടു കൂടി തന്നെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുക.